പ്രദേശത്തുള്ള ചിലരെ ഞാൻ ചോദ്യം ചെയ്തു. മഴ പെയ്യാൻ തുടങ്ങി രാത്രി 11 മണിക്ക്. അതേസമയം 10:30 വിവേക് ഫോൺ ചെയ്യുമ്പോൾ ഫോൺ നോക്കിയെത്തിയാണ്. അപ്പൊ കൊല നടന്നത് ഏതാണ്ട് ഒരു 10-നും 10:30 ഇടയ്ക്കായിരുന്നു. പക്ഷേ എന്നെ അടുത്തൊന്നും പ്രശ്നമാണ്. പ്രവീണ കാര്യത്തിൽ അസ്ഥിയാണ്. ഇതിനെന്തോ പ്രത്യേകത. കേസിന്റെ ഒരു സാഹചര്യം വിട്ടുകളയരുത്. തുടക്കത്തിൽ എല്ലാവരെയും സംശയിക്കണം. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം ഓരോരുത്തരെയും ഒഴിവാക്കാൻ. അവശേഷിക്കുന്നത് എത്ര അവിശ്വസനീയമാണെങ്കിലും അതായിരിക്കും സത്യം. ഞാനിതൊക്കെ പറയുന്നത് നിങ്ങളും കൊട്ടാരത്തിലെ അംഗങ്ങളായതുകൊണ്ടാണ്. തുറന്ന മനസ്സോടെ വേണം നിങ്ങൾ രണ്ടുപേരും ഈ കേസിനെ സമീപിക്കാൻ. കൊട്ടാരത്തിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യണം, ബന്ധുക്കൾ ഉൾപ്പെടെ. കാരണം ബിഫോർ യു ലുക്ക് അറ്റ് ദ ഔട്ട്ലുക്ക്, യു മസ്റ്റ് ലുക്ക് അറ്റ് ദ ഇൻലോസ്. ഈ മരണത്തിൽ നിങ്ങളെക്കാളൊക്കെ വേദനിക്കുന്നുണ്ട്. പ്രവീൺ എന്റെ ബന്ധുവായതുകൊണ്ടോ ബിസിനസ് പാർട്ണറായതുകൊണ്ടോ അല്ല. അവന്റെ ഏറ്റവും ബിസിനസ്സിൽ പ്രവീൺ ആരെങ്കിലും ഇല്ല. എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എന്റെ അറിവില്ല. പിന്നെ അതൊക്കെ എന്നൊക്കെ നന്നായിട്ട് അറിയാവുന്നത് സബ് അക്കൗണ്ടന്റ് ഡയറക്ഷൻ ബാങ്കിങ്. നമ്മൾ ബന്ധുക്കളായത് മാത്രമല്ല, ഒരു ക്രിമിനൽ വക്കീൽ എന്ന നിലയിലും താങ്കളുടെ സഹായം എനിക്ക് വേണം. തീർച്ചയായും. നിങ്ങളല്ലേ അക്കൗണ്ടന്റ് ഡയറക്ഷൻ? അതെ സർ. പ്രവീൺ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല സർ, എല്ലാ കമ്പനികളും ലാഭത്തിലാണ്. നിങ്ങളോടൊക്കെ പ്രവീൺ എങ്ങനെയായിരുന്നു? അച്ഛൻ തമ്പുരാന്റെ അതേ സ്വഭാവം. എല്ലാവരും സഹായിച്ചു. ഒരുപാട് ആൾക്കാർ സഹായം ചോദിച്ചു വരാൻ സഹായിക്കുന്നുണ്ട്. അധികം സാമ്പത്തിക സഹായം. പക്ഷേ ഈ ഇടയിൽ സഹായം ചോദിച്ചു വന്ന് വളരെയധികം മടക്കിയായിരുന്നു. എന്താ കാരണം? ഈ വർഷം എക്സ്പോർട്ട് ബിസിനസ്സിൽ ഉദ്ദേശത്തിൽ ലാഭം കിട്ടിയ ഈ അടുത്ത ദിവസങ്ങളിൽ സംശയിക്കത്തക്കത് എങ്ങനെയുണ്ട്? അങ്ങനെ ചോദിച്ചാൽ ഒരു സംഭവം. കുറച്ചു ദിവസം മുമ്പ് അദ്ദേഹത്തിന് നിലനിന്ന് ഒരു ചെറുപ്പക്കാരൻ കണ്ണൂരിൽ ഇറങ്ങി പോകുന്നത് കഴിഞ്ഞു എന്ന് വെച്ചാൽ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അയാൾ കണ്ണൂരിൽ അയാൾ വന്നത് എന്നാണെന്ന് ഓർമ്മയുണ്ടോ? വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. ഇതായി രണ്ടാഴ്ച പോയി. അന്ന് ഉച്ച കഴിഞ്ഞു ഒരു 3 മണി. നിങ്ങൾക്കുള്ള ഡിസ്റ്റൻസ് വെച്ചു അതിലെന്ത് സൗകര്യങ്ങൾ അറിയപ്പെട്ടത്? കഴിഞ്ഞ 2 ആഴ്ച കാലത്ത് ഇവിടെ നിന്ന് എല്ലാ സന്ദർശനത്തിനും നിൽക്കുക അവിടെ ആ ലിസ്റ്റിൽ ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവരും കണ്ടില്ല. എനിക്ക് അവരറിയാതെ ഫോട്ടോ നമ്പർ 1 ചന്ദ്രശേഖരൻ. എന്തായാലും പേര് ദേവരാജ് വാര്യർ. അത് വലിയ പേപ്പറില്ല. ഞാൻ പ്രവേശിക്കാനെ കാണിച്ചു. എന്തിനായിരുന്നത്? എന്റെ അനിയത്തി ജീവിതത്തിൽ അവൾ കല്യാണത്തിലേക്ക് വരുന്നത് മദ്രാസിൽ പോയി നൃത്തത്തിൽ ഉപരിപഠനം നടത്തുന്നതായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷെ അതിനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല. ഒരു ദിവസം ഞങ്ങൾ പോയി വല്യപ്പനെ കണ്ട് സഹായം ചോദിച്ചു. അവരുടെ പഠനത്തിന് ആവശ്യമായ എല്ലാ ചെലവുകളും അദ്ദേഹം വഹിച്ചോളാൻ പറഞ്ഞു. പ്രവീൺ സാറിന്റെ ഓഫീസിലുള്ള പണം വാങ്ങിച്ചോളാനാണ് അദ്ദേഹം പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ ഓഫീസിൽ ചെന്നത്. പക്ഷേ സാറ് പറഞ്ഞ പൈസ തരാൻ പറ്റില്ല. എന്താണ് അങ്ങനെ പറയുന്നത്? അറിയില്ല. പ്രവീൺ സാറിന്റെ പെരുമാറ്റം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. കാര്യം ഞങ്ങൾ അതുവരെ കണ്ട ആളെ ആയിരുന്നില്ല. സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ ആദ്യം വ്യത്യാസം. നിങ്ങളെന്നെ കഴിഞ്ഞത് എന്റെ പെട്ടെന്ന് നിർഭാഗ്യവസ്ഥയാണ് സാർ. ഞാൻ കഴിഞ്ഞു യാത്രയ്ക്കുള്ള എല്ലാ വിധങ്ങളും നടത്തി അവൾ കണത്തേക്ക് ഞാൻ കാല് പിടിച്ച് കഴിഞ്ഞിട്ടും അതിന് ഞങ്ങളോട് കഴിഞ്ഞില്ല. ആ സമയത്ത് പ്രവീണിന്റെ മുറിയിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല സർ. പക്ഷെ പ്രവീൺ സാർ ആകെ അസ്വസ്ഥനായി. നിങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് പ്രവീൺ ആരെങ്കിലും ഫോൺ ചെയ്തു? ഒരു ഫോണുണ്ടായിരുന്നു. ആരാ വിളിച്ചത് മനസ്സിലായോ? ഇല്ല സാർ. പക്ഷേ എന്താണ് പറയും? ഒരുപക്ഷെ എന്റെ തോന്നലാവും. എന്നാലും ആ ഫോൺ വന്നതിന് ശേഷം പ്രവീൺ സാർ ആരും ഭയപ്പെടുന്ന പോലെ തോന്നി. ആരെയാണ് പ്രവീൺ കണ്ടിരിക്കുന്നത്? അങ്ങനെ ഒരു ഫോൺ പ്രവീൺ വന്നിട്ടുണ്ടെങ്കിൽ അത് കൃഷ്ണപ്രസാദിന്റേത് ആരാനേ കഴിയൂ.
കാരണം അവന്റെ പരകോപയായിരുന്നു പ്രവീൺ അസ്വസ്ഥനാകാൻ തുടങ്ങി. 4 വർഷം മുമ്പ് അവൻ തമ്പുരാനെ കാണാൻ ആദ്യമായി കൊട്ടാരത്തിലെത്തി. അന്ന് അവൻ പ്രവീണുമായി വഴക്കുണ്ടാകുകയും ചെയ്തു. എന്നെ പുറത്താക്കിക്കൊണ്ട് വെള്ളം വെച്ചോണ്ടോ സത്യസത്യല്ലാവില്ല. എനിക്കിവിടെ സ്വസ്ഥമാണ്, ഒന്നും വേണ്ട. ഞാൻ അങ്ങയുടെ മകനാണ്, അങ്ങേക്ക് മാത്രം മതി. വീട്ടിൽ ഒരാവശ്യം വേലിലേക്ക് ആരും പറഞ്ഞ് ഇവിടെ വരരുത്. അച്ഛപ്പറ്റില്ലേ ഇറങ്ങി പോടാ പുറത്ത്. തന്റെ തന്തയില്ലാ സന്മാർത്തവരെ കയറി ഇറങ്ങാനുള്ളതേ കൊണ്ടാണ്. നീ എന്താ പറഞ്ഞത്? തിരുന്നോന്ന് വിചാരിക്കണ്ട, ഞാൻ ഇനിയും വരും. എന്നെ തന്തയില്ലാത്തവരെന്ന് വിളിച്ചു വരുത്തുള്ളൂ. തമ്പുരാൻ നോക്കി അതിനെന്താ ചെയ്തതെന്ന് എനിക്കറിയാം. അവന്റെ വാക്കുകൾ അവന്റെ വരവ് യാദൃശ്ചികവുമല്ല. എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടാണോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഈ കൊല നടത്തിയ സമയത്താണെന്ന് ഞാൻ പറയില്ല. പക്ഷേ പ്രവീൺ മരിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന ആളാണ് കൃഷ്ണപ്രസാദ്. കാരണം തമ്പുരാൻ അവരെ മകനായി അംഗീകരിച്ചാൽ അവൻ പ്രവീണിന്റെ ജ്യേഷ്ഠനാണ്. അപ്പോ പിന്നെ തമ്പുരാന്റെ കാലശേഷം കൃഷ്ണപ്രസാദായിരിക്കും അടുത്ത തമ്പുരാൻ. മറ്റാർക്കെങ്കിലും രാജപദവി വിട്ടുകൊടുക്കാൻ പ്രവീൺ ഒട്ടും വിശ്വമല്ലായിരുന്നു. അതേ തുടർന്നുണ്ടായ വഴക്കായിരിക്കാം ഒരുപക്ഷെ കൊലപാതകത്തിൽ ചെന്ന് അവസാനിച്ചത്. നമ്മളറിയും ഈ കൃഷ്ണപ്രസാദിന്റെ അമ്മയാണ്. അതിവിടെ ആർക്കും അറിയില്ല. പിന്നെ അറിയാൻ സാധ്യതയുള്ള ഒരാളെ